മീനാക്ഷി പാചകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും മീനാക്ഷി പാചകത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരും മീനാക്ഷി പാചക ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം മത്തങ്ങ പുളിങ്കറി. ഇത് ഒരു പഴയ ഒരു വിഭവമാണ്. പണ്ട് മഴക്കാലത്ത് ആളുകൾ വേനൽക്കാലത്ത് കിട്ടുന്ന മത്തങ്ങ, പിന്നെ വെള്ളരിക്ക, കുമ്പളങ്ങ ഇവയെല്ലാം വീടിൻ്റെ മൂലയ്ക്കൊക്കെ കെട്ടിത്തൂക്കി സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് മഴക്കാലമാകുമ്പോൾ അവരത് വെച്ച് കറി എടുക്കും. അപ്പോൾ ഇപ്പോൾ ഈ മത്തങ്ങ പുളിങ്കറി വയ്ക്കുമ്പോൾ രണ്ട് കാര്യമുണ്ട്. എന്നാൽ നമുക്ക് ഒഴിച്ചുകറി, ഇത് മെയിനായിട്ട് ഒഴിച്ചുകറി കേട്ടോ. അപ്പം നമുക്ക് സാമ്പാർ അങ്ങനെയുള്ളത് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ തീയലിൻ്റെ ഒരു വർഗ്ഗം കൂടെ ആകുമ്പോൾ അങ്ങനെ ഒരു കറി ഒഴിവാക്കാം. മഴക്കാലത്താണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. അധികം കഷ്ണങ്ങളൊന്നും വേണ്ടല്ലോ ഇതിന്. അപ്പം നമുക്ക് ഇന്ന് പതുപോലെ പാചകത്തിലേക്ക് കിടക്കാം. മത്തങ്ങ പുളിങ്കറിക്ക് വേണ്ടി 1/2 കപ്പ് പരിപ്പ് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതുരത്തിൽ അരിഞ്ഞിരിക്കുന്ന മത്തങ്ങ, 2-3 നെടുകെ മുറിച്ച 2-3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതും കൂടെ നമുക്കെല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങയും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരു നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. നമുക്കിത് തേങ്ങയൊന്ന് ചുമക്കെ വറുത്തെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇതുകൂടെ നമുക്ക് ഇടാം. ഇനി നമുക്കൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് എന്നിട്ട് തണുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മുടെ മസാല എല്ലാം അരച്ച് പാകത്തിന് വെള്ളം ചേർത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. തിളക്കട്ടെ. ഇനിയൊന്ന് തിളക്കട്ടെ. നമ്മൾ കറിയെല്ലാം അപ്പം റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇനി കടുക് താളിച്ചിടാം. അപ്പം നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും മീനാക്ഷി പാചക ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.